ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഓണപരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നമുക്ക് പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ മുൻ വർഷത്തെ ചോദ്യപേപ്പർ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാം. പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ബേസ് ചെയ്തിട്ടാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1. യന്ത്രവൽക്കരണം വസ്ത്രനിർമ്മാണ രംഗത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. ഈ പ്രസ്താവനയ്ക്ക് ആധാരമായ വസ്തുതകൾ എഴുതുക. ഉത്തരം: ആധുനിക യന്ത്രങ്ങളുടെ ഉപയോഗത്തോടെ വസ്ത്രോൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. കൂടാതെ മനുഷ്യാധ്വാനം കുറയ്ക്കുന്നതിനും വ്യത്യസ്തവും വൈവിധ്യപൂർണമായ വസ്ത്രങ്ങൾ ഗുണമേന്മ കുറയാത്ത സമയബന്ധിതമായി നിർമ്മിക്കാനും സാധിച്ചു. വസ്ത്രങ്ങൾ വലിയ തോതിൽ എല്ലാ സംസ്കാരങ്ങളിലേക്കും വ്യാപിക്കപ്പെട്ടു. കൂടുതൽ ഫാഷനിലും വ്യത്യസ്തമായ വർണ്ണങ്ങളിലും തുണികൾ നിർമ്മിക്കപ്പെട്ടു. കയറ്റുമതി തുണി ഉൽപാദന മേഖലയെ വലിയ വ്യവസായമാക്കി മാറ്റി. ലോകത്തിന്റെ ഏതു കോണിലും നിർമ്മിക്കപ്പെട്ട വസ്ത്രങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്താൻ തുടങ്ങി. പ്രവർത്തനം 2. മനുഷ്യജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വരുമാനം അത്യന്താപേക്ഷിതമാണ്. മേൽ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ വ്യക്തിഗത വരുമാനം, കുടുംബ വരുമാനം എന്നിവ എന്താണെന്ന് നിർവചിക്കൂ. നമ്മൾ പഠിച്ചതല്ലേ മക്കളെ, വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും എന്താണ്? ഒരു വ്യക്തിക്ക് തൊഴിലിലൂടെയും ഇതര സ്രോതസ്സുകളിലൂടെയും ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന വരുമാനമാണ് വ്യക്തിഗത വരുമാനം. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭ്യമാകുന്ന വരുമാനമാണ് കുടുംബ വരുമാനം. ഇനി ഇതിലെ തന്നെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ കാർഷികേതര തൊഴിൽ കണ്ടെത്തുക. പൂക്കൃഷി, കാടവളർത്തൽ, അധ്യാപനം, തേനീച്ച കൃഷി എന്ന് 4 തന്നിട്ടുണ്ട്. ഇതിൽ കാർഷികേതര തൊഴിൽ ഏതാണ്? അതായത് കൃഷിയുമായി ബന്ധപ്പെടാത്ത തൊഴിൽ ഏതാണ്? ഇതിലെ മറ്റു 3 കാർഷിക തൊഴിലുകളാണ്. പ്രവർത്തനം 3. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒട്ടനവധി സർക്കാർ പദ്ധതികൾ നിലവിലുണ്ട്. ഈ പ്രസ്താവനയ്ക്ക് അനുസൃതമായ 3 പദ്ധതികൾ കണ്ടെത്തി അവയുടെ പ്രത്യേകതകൾ എഴുതൂ. നവജീവൻ പദ്ധതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണിത്. പിന്നെ ശരണ്യ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതും വേർതിരിക്കപ്പെട്ടതുമായ സ്ത്രീകളെ ഉയർത്തുന്നതിനുള്ള പദ്ധതിയാണ്. കൈവലു ഭിന്നശേഷിക്കാർക്കുള്ള സമഗ്ര തൊഴിൽ പദ്ധതിയാണ്. ഇനി ഇതിൽ തന്നെയുള്ള രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ചുവടെ ചേർത്തിരിക്കുന്ന തൊഴിലുകൾ ബൗദ്ധികമെന്നും കായികമെന്നും 2ആയി തിരിക്കൂ. അധ്യാപനം, ഡ്രൈവിംഗ്, തെങ്ങുകയറ്റം, എഞ്ചിനീയർ, ചുമട്ടുതൊഴിൽ, അഭിഭാഷക വൃത്തി. ഇതിനെങ്ങനെ തിരിക്കാം മക്കളെ? ഇതിലെ ബൗദ്ധിക തൊഴിലുകൾ ഏതൊക്കെയാണ്? അധ്യാപനവും എഞ്ചിനീയറും അഭിഭാഷക വൃത്തിയുമാണ്. കായികം, ഡ്രൈവിംഗ്, തെങ്ങുകയറ്റം, ചുമട്ടുതൊഴിൽ എന്നിവയാണ്. പ്രവർത്തനം 4. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16 ആണല്ലേ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരണം തയ്യാറാക്കുന്നതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന 3 പോയിന്റുകൾ കണ്ടെത്തി എഴുതുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികളിലൊന്നായ ഭക്ഷ്യ കാർഷിക സംഘടന രൂപീകരിക്കപ്പെട്ടത് 1945 ഒക്ടോബർ 16 ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത്. വായുവും ജലവും കഴിഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ആവശ്യമാണ് ഭക്ഷണം. മെച്ചപ്പെട്ട ജീവിതത്തിനും മെച്ചപ്പെട്ട ഭാവിക്കും ഭക്ഷണം അവകാശം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. അപ്പോൾ ഭക്ഷ്യദിനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഈ 3 പോയിന്റുകൾ പഠിച്ചു വെക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ തന്നെയുള്ള രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. ഒരു കാലത്ത് കേരളത്തിൽ ഭക്ഷണം വിളമ്പിയിരുന്നതിൽ പോലും വിവേചനമുണ്ടായിരുന്നു. മേൽപ്പറഞ്ഞ പ്രസ്താവന ഇന്നത്തെ സാഹചര്യവുമായി താരതമ്യപ്പെടുത്തി നിങ്ങളുടെ അഭിപ്രായം എഴുതൂ. ഇന്നത്തെ ഭക്ഷണ രീതി മിശ്രഭോജന രീതിയാണെന്ന് തന്നെ പറയാം. ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവുകളില്ലാതെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഭക്ഷണം വിതരണം ചെയ്യുന്ന രീതിയാണ് ഇന്നുള്ളത്. നാട്ടിൻപുറത്തെ കാപ്പിക്കടകൾ മുതൽ വലിയ ഹോട്ടലുകളിൽ വരെ എല്ലാവരും ഒന്നിച്ചിരുന്നു കഴിക്കുകയും ഒന്നിച്ചു കൂടുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം വളർന്നിരിക്കുന്നു. കൂടാതെ വിവിധ മതവിശ്വാസങ്ങൾ, ആരാധനാലയങ്ങൾ, വിവാഹ സൽക്കാരങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ഭക്ഷണ വിതരണത്തിൽ സമത്വം നിലനിൽക്കുന്നു. പ്രവർത്തനം 5. തീയുടെ ഉപയോഗം മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. ഈ പ്രസ്താവനയ്ക്ക് ആധാരമായ വസ്തുതകൾ എന്തൊക്കെ? തീയുടെ ഉപയോഗം ഭക്ഷണം പാകം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചു. ഭക്ഷ്യവസ്തുക്കൾ തീയിൽ വേവിച്ചെടുക്കാൻ കൂടുതൽ രുചികരമെന്ന് അവർ കണ്ടെത്തി. ക്രമേണ തീ നിയന്ത്രിച്ചുപയോഗിക്കാനുള്ള ശേഷി മനുഷ്യൻ സ്വായത്തമാക്കി. വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ തീ ഉപയോഗിച്ചു. ഇതിൽ തന്നെയുള്ള രണ്ടാമത്തെ ചോദ്യം. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന് നമുക്കിടയിൽ പ്രചരിച്ച ഏതെങ്കിലും 4 ഭക്ഷ്യവിഭവങ്ങളുടെ പേരെഴുതുക. ഒരുപാട് ഭക്ഷ്യവിഭവങ്ങൾ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അതിലേതെങ്കിലും 4 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ എഴുതാം? ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് തണ്ണിമത്തനും വാളൻപുളിയുമെല്ലാം. അതുപോലെ ചൈനയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കാപ്പി. ചൈനയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് നെല്ല്. പിന്നെ അതുപോലെ തേയിലയും. എത്യോപ്യയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കാപ്പി. പ്രവർത്തനം 6.
മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യജീവിതത്തിൽ ഉണ്ടായത്? വിശദമാക്കുക. ഉത്തരം: മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതോടെ മനുഷ്യൻ്റെ ജീവിതം കുറച്ചുകൂടി കുടുംബ കേന്ദ്രീകൃതമായി എന്ന് പറയാം. സസ്യങ്ങളുടെ പരിപാലനം കാർഷിക വൃത്തിയിലേക്ക് നയിച്ചിട്ടുണ്ടാകാം. അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യൻ ജലലഭ്യത സൗകര്യമുള്ള ഇടങ്ങളിൽ സസ്യങ്ങളുടെ ജലസേചനം ഉറപ്പുവരുത്തുന്നതിലേക്ക് സ്ഥിരതാമസം ആരംഭിച്ചു. ഇത് പ്രധാനമായും നദീതീരങ്ങളിലായിരുന്നു. ഭക്ഷണത്തിനു വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടന്ന സമയം നഷ്ടപ്പെടുന്ന വിധി അവസാനിക്കുകയും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാനും സാധിച്ചു. സസ്യങ്ങളുടെ പരിപാലനം ആദ്യ മനുഷ്യനെ കൂടുതൽ കൃത്യതയുള്ള കാർഷികോപകരണങ്ങൾ രൂപപ്പെടുത്തുന്നതിനും ഉപകരണ നിർമ്മാണത്തിൽ കൂടുതൽ വൈദഗ്ധ്യം ഉണ്ടാക്കുന്നതിനും സഹായിച്ചു. മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയതോടെ മാംസത്തിനു വേണ്ടി മാത്രം കണ്ടിരുന്ന മൃഗങ്ങൾ എന്നതിലുപരി കുടുംബജീവിതത്തിൻ്റെ കൂടെ ഭാഗമായി ഈ മൃഗങ്ങൾ. പ്രവർത്തനം 7. അപ്പുവും വിക്കിയും ഒരേ നഗരത്തിലാണ് താമസമെങ്കിലും അവർ ആ നഗരത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള കാരണം നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും? ഉത്തരം: അപ്പുവും വിക്കിയും ഒരേ നഗരത്തിലാണ് താമസമെങ്കിലും അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. തികച്ചും സമ്പന്നമായ സാഹചര്യത്തിൽ കഴിയുന്ന വിക്കിക്ക് ആധുനികമായ എല്ലാ സുഖസൗകര്യങ്ങളും മാതാപിതാക്കൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സൗകര്യങ്ങളെല്ലാം തന്നെ ആസ്വദിച്ചുകൊണ്ടാണ് വിക്കി ജീവിക്കുന്നത്. എന്നാൽ അതേ നഗരത്തിലെ ഒരു ചേരിയിൽ മതിയായ ജീവിത സൗകര്യങ്ങളില്ലാതെ മലിനമാക്കപ്പെട്ട ഒരു പരിസരത്തിലാണ് അപ്പുവിൻ്റെ ജീവിതം. ആ പരിസരം ഒരിക്കലും അവന് മാനസികമായ സന്തോഷം പ്രദാനം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വൃത്തിയുള്ളതും ആൾത്തിരക്കിനെ ബഹളമില്ലാത്തതുമായ ഗ്രാമത്തിൻ്റെ ഭംഗിയിൽ അവന് കൂടുതൽ താല്പര്യമുണ്ടായതും നഗരത്തെക്കുറിച്ച് വിക്കിയിൽ നിന്നും വ്യത്യസ്തമായൊരു അഭിപ്രായം പ്രകടിപ്പിച്ചതും. ഇതിൽ തന്നെയുള്ള രണ്ടാമത്തെ ചോദ്യം നോക്കൂ. എൻ്റെ നാട്ടിലെ ഉല്ലാസങ്ങൾ എന്ന വിഷയത്തിൽ തയ്യാറാക്കുന്ന സെമിനാർ പേപ്പറിലേക്ക് ഉൾപ്പെടുത്താൻ നിങ്ങൾ നിർദ്ദേശിക്കുന്ന വിഷയമേഖലകൾ എന്തൊക്കെയായിരിക്കാം? ഏതെങ്കിലും 4 എണ്ണം എഴുതുക. പരിസ്ഥിതിയെക്കുറിച്ചോ ഭക്ഷണ രീതികളെക്കുറിച്ചോ കളികളെക്കുറിച്ചോ ആഘോഷങ്ങളെക്കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പ്രവർത്തനം 8. ചർക്കയും ഖാദിയും നമ്മുടെ സമരായുധങ്ങൾ. ഇതുപോലെ വസ്ത്രം സമരായുധമായി മാറിയ കാലത്തിൻ്റെ സവിശേഷതകൾ കാണിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കൂ. നോക്കിക്കേ മക്കളെ, 2 പോസ്റ്റർ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ചർക്ക തിരിക്കാം, ഖാദി ധരിക്കാം, സ്വദേശിക്കൊപ്പം സഞ്ചരിക്കാം. രണ്ടാമത്തേതോ, നമുക്ക് വേണ്ടത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ, വിദേശിയൊന്നും വേണ്ടേ വേണ്ട. ഈ 2 പോസ്റ്റർ വാക്യങ്ങൾ മറക്കാതെ പഠിച്ചു പോവുക കേട്ടോ. ഈ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ഇതിലുള്ള രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ചുവടെ ചേർത്തിട്ടുള്ളതിൽ മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ട വർഷം ഏതാണ്? 1905, 1918, 2015, 1859. ഉത്തരം 1859 ആണ്. അപ്പോൾ മക്കളെ, ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഏകദേശം ഇതേ മോഡലിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നത് എന്ത് ചെയ്യുക? ബൈഹാർട്ട് ചെയ്ത് പോകരുത്, മനസ്സിലാക്കിയിട്ട് പഠിച്ചു പോവുക കേട്ടോ. നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ എല്ലാ വീഡിയോസും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പാഠങ്ങളൊക്കെ കണ്ടു നോക്കുക, എന്നിട്ട് ശരിക്കും പഠിക്കുക, പഠിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്